നമസ്കാരം. പൾസ് എന്ന ആരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദമ്പതികൾ അനുഭവിക്കുന്ന ഏറ്റവും വിഷമകരമായ ഒരവസ്ഥയാണല്ലോ കുട്ടികളില്ലായ്മ. അതിന് വിദഗ്ധ ചികിത്സാ രീതികളുമുണ്ട്. ഇന്ന് നമ്മുടെ വിഷയം IVF ആണ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി തിരുവനന്തപുരം നെസ്റ്റ് ഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ രവിശങ്കർ നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം ഡോക്ടർ. ഇന്ന് വന്ധ്യതയുടെ നിരക്ക് വളരെ കൂടുതലാണല്ലോ. അതിന്റെ കാരണം എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കുറെ കപ്പിൾസ് കൺസീവ് ചെയ്യാൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം വന്ധ്യതയാണ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ആണെന്ന് കൺഫേം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഹിസ്റ്ററി എടുക്കും. അപ്പൊ ഇതില് ഈ കപ്പിൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ഒരു 6 മാസമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ടും കൺസീവ് ആയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ആണെന്ന് കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ ഇതിൽ ആലോചിക്കേണ്ട വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 6 മാസം ഇന്റർകോഴ്സ് ചെയ്തു, ഓക്കെ, പക്ഷേ നമ്മുടെ വൈഫിന്റെ പീരിയഡ്സ് റെഗുലർ ആണോ, നമ്മൾ ഓവുലേഷൻ ടൈമിൽ തന്നെ ആണോ ഇന്റർകോഴ്സ് ചെയ്തത്, ഇന്റർകോഴ്സ് ചെയ്യുമ്പം ഇജാക്കുലേഷൻ നടന്നത് വൈഫിന്റെ ഫീമെയിൽ പാർട്ട്ണറിന്റെ ബോഡിക്കുള്ളിൽ തന്നെയാണോ, ഇറക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഇജാക്കുലേഷൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ 6 മാസം കണക്കിലെടുക്കാൻ. ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 6 മാസം വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, നമ്മൾ നേരത്തെ തന്നെ ഡോക്ടറിന്റെ അടുത്ത് പോവാം. പക്ഷെ എല്ലാം നോർമൽ ആയിരിക്കുമ്പോൾ 6 മാസം ശ്രമിച്ചിട്ട് കുട്ടികളില്ലെങ്കിൽ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോവാം. ഫസ്റ്റ് നമ്മൾ കുറെ ടെസ്റ്റുകൾ ചെയ്യും. മെയിൻലി വൈഫിന്റെ സ്കാൻ ചെയ്യും, യൂട്രസും ഓവറീസും ബാക്കി ഓർഗൻസ് ഒക്കെ നോർമൽ ആണോ എന്ന് നോക്കും. പിന്നെ ഹസ്ബൻഡ് സിമെൻ ടെസ്റ്റ് ചെയ്യും, അവിടെ ആവശ്യത്തിന് കൗണ്ടും മോട്ടിലിറ്റിയും ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം നോർമൽ ആണെങ്കിൽ ഒരു 6 മാസം കൂടെ നമ്മൾ നാച്ചുറലി ട്രൈ ചെയ്യാൻ പറയും. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ, പ്രൊവൈഡഡ് ഈ കപ്പിളുടെ ഏജ് അതിന് ഓക്കെ ആണെങ്കിൽ. സപ്പോസ് അവർ 35-40 ഇയേഴ്സ് ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത്രയും ടൈം ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ലായിരിക്കും, നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങുമായിരിക്കും. സോ ഈച്ച് കപ്പിളിന് ട്രീറ്റ്മെന്റ് ഇൻഡിവിജ്വലൈസ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഓവറോൾ പിക്ചർ ഇങ്ങനെയാണ്. ഓക്കെ സർ, ഏജിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നല്ലോ, ഇത് ഈ ട്രീറ്റ്മെന്റിനെ എത്രത്തോളം ബാധിക്കും? ഏജ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ഇഷ്യൂസിൽ വളരെ വലിയൊരു ഫാക്ടറാണ്. സോ നമ്മുടെ സക്സസ് റേറ്റ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റ്, ഇതെല്ലാം ഏജിനെ ഡിപ്പെൻഡ് ചെയ്യും, എസ്പെഷ്യലി ഫീമെയിൽ പാർട്ട്ണറിന്റെ ഏജ്. ഇപ്പൊ നമ്മൾ പറയുന്നത് പലർക്കും അത് ഇഷ്ടപ്പെടാറില്ല, ബട്ട് നമ്മൾ നേരത്തെ കല്യാണം കഴിച്ചു, അതൊരു 25 ഉള്ളിൽ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ശ്രമിക്കുമ്പോഴാണ് സക്സസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ കാണുന്നത്. 25 ഏജ് കഴിയുമ്പോൾ 30 വരെ കുഴപ്പമില്ല, നമുക്ക് ചെറിയ ട്രീറ്റ്മെന്റ്, അതായത് IVF വരെ പോവാതെ തന്നെ ചെറിയ ട്രീറ്റ്മെന്റ്സിലൊക്കെ സക്സസ് കിട്ടാറുണ്ട്. ബട്ട് 30 ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ മിക്ക കപ്പിൾസിനും IVF വേണ്ടി വരാറുണ്ട്. സോ ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ആസ് വി ഏജ്, നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ ഗമീറ്റ്സ്, അതായത് സ്പേംസിന്റെയും എഗ്ഗിന്റെയും ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ക്വാളിറ്റി ഡിക്ലൈൻ കുറച്ചുകൂടെ എഗ്ഗിലാണ് റാപ്പിഡായിട്ട് കാണുന്നത്. സോ ഫീമെയിൽ ഏജിങ് കുറച്ചുകൂടെ ക്വിക്കർ ആണ്. ബിക്കോസ് അവര് ജനിക്കുമ്പോൾ, ഒരു ലേഡി ജനിക്കുമ്പോൾ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് എഗ്സ് വെച്ചാണ് ജനിക്കുന്നത്. ആൻഡ് അത് ഒരു പ്യൂബർട്ടി സമയം തൊട്ട് മെനപ്പോസ് വരെ അത് ഓരോ മാസവും കുറച്ച് എഗ്സ് റിലീസ് ആയിക്കൊണ്ടിരിക്കും. സോ ഇതിനൊരു ഫിക്സ്ഡ് നമ്പർ ആണ്, അത് പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല, സ്പേംസ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ആയിരിക്കും. അവർ മരിക്കുന്നതിന് വരെ അതിന്റെ നമ്പർ കുറച്ച് കുറഞ്ഞാലും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു റീസൺ കൊണ്ട് മാത്രം ഫീമെയിലിന്റെ എഗ്ഗിന്റെ ക്വാളിറ്റി 35 കഴിഞ്ഞ് വളരെ അധികം ഡിക്ലൈൻ ചെയ്യും. സോ ഇതുകൊണ്ടാണ് നമ്മൾ ഏജ് ഒരു വലിയ ഫാക്ടറായിട്ട് പറയുന്നത്. എത്ര നേരത്തെ നമുക്ക് ഫെർട്ടിലിറ്റി, അതായത് എത്ര നേരത്തെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഓക്കെ ഡോക്ടർ, ഏജ് ഒരു കാരണമാണെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇനി വന്ധ്യതയ്ക്ക് കാരണമാകുന്ന വേറെ എന്തൊക്കെയാണുള്ളത്? വന്ധ്യതയുടെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ പറ്റിയാണ് പറയാനുള്ളത്. നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഡയബറ്റീസ്, അല്ലെങ്കിൽ ഹൈ BP, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ക്യാൻസർ, ഇങ്ങനത്തെ ഡിസീസാണ്. പക്ഷെ ഫെർട്ടിലിറ്റി ഇഷ്യൂസും ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന സമയം, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി, പിന്നെ നമ്മൾ ഉറങ്ങുന്നത്, എത്ര മണിക്കൂറാണ് നമ്മൾ ഉറങ്ങുന്നത്, ഡീപ്പ് റെസ്റ്റ് കിട്ടുന്നുണ്ടോ, നമ്മുടെ ലെവൽസ്, നമ്മുടെ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതെല്ലാം ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യലിനെ ബാധിക്കുന്നുണ്ട്. സോ ഇപ്പൊ നമ്മുടെ ജനറേഷൻ എടുത്ത് നോക്കിയാൽ ആവറേജ് സ്പേം കൗണ്ട് ഒരു 10 വർഷത്തെക്കാളും വളരെ കുറവാണ് ഇപ്പോൾ. അതുപോലെ തന്നെ സ്ത്രീകളിൽ എഗ്ഗിന്റെ നമ്പർ കുറവാണ്, നേരത്തെ മെനോപോസ് റീച്ച് ആവുന്ന ലേഡീസിന്റെ എണ്ണം കൂടുതലാണ്. സോ ഇങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. സോ ഫെർട്ടിലിറ്റി ഇഷ്യൂസിന്റെ വലിയൊരു കോസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. സോ അതല്ലാതെ കുറച്ച് റെയർ കോസസ് ഉണ്ട്, ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു എന്താ പറയുക ജനറ്റിക് ഡിസോർഡർ ഉണ്ടാവാം, അല്ലെങ്കിൽ എഗ്ഗ് നേരത്തെ തീർന്നു പോയി ഒരു 20 വയസ്സിൽ തന്നെ മെനപ്പോസ് ആയ ഒരു ജനറ്റിക് ഇഷ്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ യൂട്രസിന് കറക്റ്റ് ഫോർമേഷൻ അല്ലാതെ, കറക്റ്റ് ഷേപ്പ് അല്ലാതെ വേറെ കുഴപ്പങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓവറിൽ കുറെ സിസ്റ്റുകൾ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ കുറെ ഡിസീസസ് ഉണ്ട്, ലൈക്ക് എൻഡോമെട്രിയോസിസ്, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം, ഇങ്ങനത്തെ കാര്യങ്ങളും ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യാം. ബട്ട് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യം മെയിൻ ആയിട്ടുള്ളത് ലൈഫ് സ്റ്റൈലാണ്. അത് ഒരു ഹെൽത്തി രീതിയിൽ കോൺഷ്യസ് ആയിട്ട്
നമ്മൾ ചേഞ്ച് ചെയ്യുക തന്നെ ചെയ്യണം. ഡോക്ടർ, ഈ വന്ധ്യതയുടെ വിദഗ്ധ ചികിത്സകൾ എന്തൊക്കെയാണ്? ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. സോ നമ്മൾ ഒരു കപ്പിൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി ചോദിച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി ആ കപ്പിൾ ഫസ്റ്റ് ഓഫ് ഓൾ പേരൻസ് ആവാൻ റെഡി ആണോ, അവരുടെ സ്വന്തം ഇഷ്ടത്തിലാണോ ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് അവർ വന്നത്, അതോ ഫാമിലിയുടെ പ്രഷർ കാരണമാണോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസ് കാരണമാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ എന്താ പറയുക മനസ്സിലുള്ള ആങ്സൈറ്റീസും ടെൻഷൻസ് ഒക്കെ ഒന്ന് മാറ്റി പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് കിടക്കും. സോ ഇതിൽ നമുക്ക് കുറച്ച് ബേസിക് ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയാണ് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളത് എന്ന് നമ്മൾ നോക്കും. സോ വൈഫിന്റെ ഭാഗത്താണോ അതോ ഹസ്ബൻഡിന്റെ ഭാഗത്താണോ, ഇതെങ്ങനെ നമുക്ക് ചികിത്സിക്കാം എന്നുള്ളത് നമ്മൾ നോക്കും. സോ ഏറ്റവും ബേസിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഹസ്ബൻഡും വൈഫും ബന്ധപ്പെടുക. സോ ഈ ഓവുലേഷൻ നടക്കുന്ന സമയം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് സ്കാൻ വെച്ച് നമുക്ക് കൺഫേം ആയിട്ട് പറയാം ഇന്ന ദിവസമായിരിക്കും നിങ്ങൾ ഓവുലേറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് നിങ്ങൾ ബന്ധപ്പെട്ട കുറച്ചുകൂടെ ചാൻസസ് കൂടുതലാണ് കൺസീവ് ചെയ്യാൻ. സോ ഇത് ചെയ്യണമെങ്കിൽ കപ്പിളുടെ എല്ലാ ടെസ്റ്റുകളും ഓൾമോസ്റ്റ് നോർമൽ ആയിരിക്കണം. എക്സെപ്റ്റ് ദാറ്റ് വൈഫിന്റെ ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല, അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നോർമൽ ആണെങ്കിൽ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് ഹസ്ബൻഡിന്റെ സ്പേം കൗണ്ട് കുറച്ച് കുറവാണ് അല്ലെങ്കിൽ മോട്ടിലിറ്റി കുറച്ച് കുറവാണ്, സോ ബന്ധപ്പെട്ടാൽ ആവശ്യത്തിനുള്ള ഹെൽത്തി സ്പേംസ് യൂട്രസിനകത്ത് പോയി ആ എഗ്ഗിനെ മീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണെങ്കിൽ നമ്മൾ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ IUI എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ചെയ്യും. ഇത് വലിയ ടെക്നോളജി യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വലിയൊരു ഓപ്പറേഷനോ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല. ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് കപ്പിൾ ബന്ധപ്പെടുന്നതിന് പകരം അവർ ഹോസ്പിറ്റലിൽ വരും, മെയിൽ പാർട്ട്ണർ അവരുടെ സീമെൻ സാമ്പിൾ തരും, നമ്മളത് പ്രോസസ്സ് ചെയ്ത് അതിനകത്ത് എത്ര ഹെൽത്തി സ്പേംസ് ഉണ്ടോ അത്രയും നമ്മളൊരു സിറിഞ്ചിലാക്കി യൂട്രസിലോട്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യും. സോ ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എഗ്ഗിനെ ഒരു സ്പേം മീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടും. സോ നാച്ചുറൽ ഇന്റർകോഴ്സിനെക്കാളും ഒരു 10-15% അധികം ചാൻസസ് IUIയിലൂടെ നമുക്കുണ്ട്. സോ ഇതാണ് ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്. അതും വലിയ എക്സ്പെൻസീവും അങ്ങനെയൊന്നുമില്ല. പക്ഷെ സപ്പോസ് നമ്മുടെ മെയിൽ പാർട്ട്ണറിന്റെ കൗണ്ട് വളരെയധികം കുറവാണ്, IUIക്ക് പോലും ആവശ്യത്തിനുള്ള സ്പേം നമുക്ക് കിട്ടൂല, ഇല്ലെങ്കിൽ വൈഫിന്റെ 2 ട്യൂബും ഡാമേജ്ഡ് ആണ്, എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ വേറെ പ്രീവിയസ് എന്തെങ്കിലും സർജറി ചെയ്ത് അത് ഡാമേജ് ആയിപ്പോയി. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറെ പ്രാവശ്യം IUI ചെയ്തു, അല്ലെങ്കിൽ പ്രായം 35-40 ഒക്കെ ആയി, ഇനി സമയമില്ല ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ, അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ IVF പ്രിഫർ ചെയ്യുന്നത്. IVF ആണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ. അതിൽ റീപ്രൊഡക്ഷന്റെ കുറേയൊക്കെ പ്രോസസ്സ് നമ്മൾ നമ്മുടെ സ്വന്തം കയ്യിലെടുത്ത് ഒരു എംബ്രിയോനെ ഫോം ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ യൂട്രസിലോട്ട് ഇടുന്നത്. ഡോക്ടർ, വന്ധ്യതയുടെ വിവിധ ചികിത്സാ രീതികളെ പറ്റി പറഞ്ഞല്ലോ. അതിൽ മറ്റ് ചികിത്സാ രീതികളും IVF തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് IVF എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളത്. പക്ഷെ അത് തന്നെ 50% ഉള്ളൂ. നമ്മളൊരു IVF ചെയ്തു, എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തു, ആ പേഷ്യന്റിന് 50% ചാൻസ് ആണ് പോസിറ്റീവ് ആവാനും നെഗറ്റീവ് ആവാനും. സോ ഇത് തന്നെ ഏറ്റവും ഹയസ്റ്റ് സക്സസ് റേറ്റ് ആണ്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി ട്രീറ്റ്മെന്റ്സിന് ഇതിനേക്കാളും കുറവാണ്. സോ IVFന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റീപ്രൊഡക്ഷന്റെ പല സ്റ്റെപ്സും നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് എഗ്ഗ് സ്പേമിനെ മീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഓവുലേഷൻ കഴിയുമ്പോൾ എഗ്ഗ് ഓവറിയുടെ പുറത്ത് വന്ന് ട്യൂബിനകത്തോട്ട് കയറുന്നുണ്ടോ, അവിടെ സ്പേമിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ, മീറ്റ് ചെയ്ത് കഴിഞ്ഞൊരു നല്ല എംബ്രിയോ ആവുന്നുണ്ടോ, ആ എംബ്രിയോ കറക്റ്റ് സമയത്ത് യൂട്രസിൽ എത്തുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കൺട്രോൾ അല്ലാത്തതുകൊണ്ടാണ് ബാക്കി ട്രീറ്റ്മെന്റ് സൈക്കിൾസ് ഒക്കെ അല്ലെങ്കിൽ ബാക്കി ട്രീറ്റ്മെന്റ് മെത്തേഡ്സിൽ സക്സസ് റേറ്റ് കുറച്ച് കുറവ്. പക്ഷെ IVFൽ ഇത് മൊത്തം നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ എഗ്ഗിനെ ഓവുലേറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, നമ്മൾ തന്നെ അത് പുറത്തെടുത്ത് ലാബിൽ ഒരു സ്പേമുമായിട്ട് ചേർക്കുന്നു. സോ സ്പേമിനെ മീറ്റ് ചെയ്തു എന്നുള്ള ഡൗട്ട് ഇല്ല, നമ്മൾ തന്നെ മീറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് നല്ലൊരു എംബ്രിയോ ആയോ ഇല്ലയോ ഒന്നും ആ കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഇല്ല. നമുക്ക് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ നോക്കാം നല്ല എംബ്രിയോ വന്നോ ഇല്ലയോ. സപ്പോസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തന്നെയായിരിക്കും ഈ കപ്പിളുടെ വന്ധ്യതയുടെ റീസൺ. അവരുടെ സ്പേമും എഗ്ഗും ചേരുമ്പോൾ ഒരു നല്ല എംബ്രിയോ ആവാൻ പറ്റുന്നില്ല. സോ ഇങ്ങനെയൊക്കെ ഈ എംബ്രിയോനെ പിന്നെ കറക്റ്റ് സമയത്ത് യൂട്രസിലോട്ട് നമ്മൾ തന്നെയാണ് ഇടുന്നത്. സോ ഈ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ബാക്കി ട്രീറ്റ്മെന്റിനെക്കാളും ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് IVFൽ കാണുന്നത്. പക്ഷെ അതിൽ നെഗറ്റീവ്സും ഉണ്ടാവാറുണ്ട്. ഇതിന്റെ റീസൺസ് എന്താ പറയാ, നമ്മുടെ യൂട്രസിന് ഉള്ളിലുള്ള ടിഷ്യൂ എൻഡോമെട്രിയം ചിലപ്പം എംബ്രിയോനെ റിസീവ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എംബ്രിയോയും യൂട്രസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ടായിരിക്കും. സോ അതും കൂടെ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസോ ടെക്നിക്സോ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. എത്രയൊക്കെ റീസെർച്ച് നടന്നിട്ടും പല പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടും ഈ സക്സസ് റേറ്റ് 50 മേളിലോട്ട് ആക്കാൻ പറ്റിയിട്ടില്ല. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും എന്താ പറയാ സക്സസ്ഫുൾ ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ഡോക്ടർ, IVF ട്രീറ്റ്മെന്റ് വളരെ ചെലവ് കൂടുതലാണെന്നാണ് എല്ലാവരുടെയും പൊതുവായിട്ടുള്ളൊരു ധാരണ. ശരിക്കും ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് അഫോർഡബിൾ ആണോ? ഓക്കെ, ആക്ച്വലി ഏറ്റവും ചെലവ് കൂടിയ ട്രീറ്റ്മെന്റ് തന്നെയാണ് IVF.
പക്ഷെ ഈ അടുത്ത കാലത്ത് അതിന്റെ ചെലവ് വളരെയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ബിക്കോസ് കൂടുതലും ഇഞ്ചക്ഷൻസ് ഇപ്പൊ ഇന്ത്യയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ടെക്നിക്സ്, അതായത് സ്പേമിനെ എഗ്ഗിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ഇക്സി എന്ന് പറയുന്ന ടെക്നിക് ഒക്കെ ഇപ്പം വൈഡ്ലി അവൈലബിൾ ആണ്. എല്ലാ എംബ്രിയോളജിസ്റ്റും ഇതിൽ ട്രെയിൻഡ് ആണ്. പണ്ട് ഇതൊക്കെ കുറച്ച് എക്സ്ക്ലൂസീവ് ആയതുകൊണ്ടാണ് വളരെയധികം കോസ്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഈ എഗ് ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ, അതായത് ഒരു ഫീമെയിൽ പാർട്ട്ണറിന്റെ പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ തൊട്ട് ഒരു 10 ദിവസം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്താലേ അവർക്കുള്ള അണ്ടങ്ങൾ വളർന്ന് അതിൽ നിന്ന് നമുക്കൊരു എഗ് സെല്ല് കിട്ടുള്ളൂ. അപ്പൊ ഈ ഇഞ്ചക്ഷൻസിന് ഒരു 70,000 to 1 lakh ആ ഒരു റേഞ്ചിൽ കോസ്റ്റ് വരും. പിന്നെ നമ്മൾ ഒരു ചെറിയ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജിക്കൽ പ്രൊസീജിയർ അല്ല, എന്നാലും ഈ ഊസൈറ്റ് എടുക്കാൻ ഒരു സെഡേഷൻ അല്ലെങ്കിൽ അനസ്തീഷ്യ പോലെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ഇതിനൊക്കെ കൂടെ ഒരു പിന്നെ ഈ കിട്ടുന്ന എഗ്ഗിൽ നമ്മൾ സ്പേം ഇഞ്ചെക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സും നീഡിൽസും പിന്നെ ആ എഗ്ഗിനെയും സ്പേമിനെയും പിന്നെ ഉണ്ടാവാൻ പോകുന്ന എംബ്രിയോനെയും പ്രിസർവ് ചെയ്യാനുള്ള ഒരു മീഡിയ എന്ന് പറഞ്ഞ ലിക്വിഡ് ഉണ്ട്. ഇതിനൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസ് വരുന്നത്. പിന്നെ ഇതിനെ നമ്മൾ സൂക്ഷിക്കുന്ന ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന മെഷീൻ. സോ ഇതിന്റെയൊക്കെ വർക്കിങ്ങും അതിന്റെ എന്താ പറയാ കൂടെ വരുന്ന യൂസബിൾ കൺസ്യൂമബിൾസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് IVF കോസ്റ്റ് റേസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ മുമ്പത്തെ ഒരു 3-4 ലക്ഷത്തിൽ നടക്കുന്ന ഒരു IVF സൈക്കിൾ ഇപ്പൊ നമുക്ക് ഒരു 1 ലക്ഷം 1.5 ലക്ഷത്തിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വളരെയധികം കോസ്റ്റ് കട്ടിങ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ എല്ലാ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ് വെച്ച് നോക്കുമ്പോൾ IVF തന്നെയാണ് ഇപ്പോഴും ഏറ്റവും എക്സ്പെൻസ് ആയിട്ടുള്ളത്. ബട്ട് ഇൻ ഇന്ത്യ ഇപ്പോൾ അതിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ സാധാരണക്കാർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിനൊക്കെ എത്തിയിട്ടുണ്ട്. വന്ധ്യതയെക്കുറിച്ചും അതിന്റെ ആധുനിക ചികിത്സാ രീതിയായ IVF-നെ കുറിച്ചും ഡോക്ടർ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. താങ്ക് യു ഡോക്ടർ. ആരോഗ്യമുള്ള ജീവിതവും പ്രമേയമാക്കി പുതിയ അറിവുകളിലൂടെ ജീവിതശൈലിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമഗ്രമായ ആരോഗ്യ പരിപാടിയാണ് പൾസ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥയായ പ്രമേഹത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ആധുനിക ജീവിതശൈലിയും ഭക്ഷണ രീതിയുടെയും ഫലമായി പ്രമേഹം ഒരു പൊതുവായ രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രമേഹത്തെ പറ്റിയും അതിൽ ഇൻസുലിന്റെ പങ്കിനെ കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നതിനായി നമ്മളോടൊപ്പം ഉള്ളത് ഹരീസ് ഡയബറ്റിക് സെന്ററിലെ ഡോക്ടർ ഹരി സോമനാണ്. ഡോക്ടറെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പ്രമേഹ ചികിത്സയിൽ ഇൻസുലിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണല്ലോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ ഇൻസുലിനും ഒന്നാണോ അതോ അതിൽ വ്യത്യസ്തങ്ങളുണ്ടോ? ഇൻസുലിൻ ഡയബറ്റിസ് ചികിത്സയിൽ ഒഴിവാക്കാൻ പറ്റാത്ത അവിഭാജ്യമായ ഒരു ഔഷധമാണ്. കാരണം ടൈപ്പ് 1 ഡയബറ്റിസിൽ ഇൻസുലിൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മരുന്നുകൾ ഫലപ്രദമല്ല. പ്രഗ്നൻസിയിൽ ഇൻസുലിൻ മാത്രമേ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളൂ. പിന്നെ പലപ്പോഴും ടൈപ്പ് 2 ഡയബറ്റിസിൽ നമുക്ക് ഇൻസുലിൻ ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് പുതിയൊരു രോഗിയാണ് വരുന്നതെങ്കിൽ പോലും അയാളുടെ ഷുഗർ വളരെ ഹൈ ആണ്, 600 ഉണ്ട് അല്ലെങ്കിൽ ഇപ്പം 700 ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് നാളെങ്കിലും ഇൻസുലിൻ കൊടുക്കേണ്ടി വരും ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട്. അതുപോലെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നു, ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുമ്പോഴും നമ്മൾ ഇൻസുലിൻ കൊടുക്കാറുണ്ട്. പിന്നെ 1, 2, 3 മരുന്നുകൾ കഴിച്ചിട്ടും ഷുഗർ കൺട്രോൾ അല്ല, അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇൻസുലിൻ കൊടുക്കേണ്ടി വരും. അതുപോലെ സർജറിക്ക് വിധേയനാകുന്ന ഒരു പേഷ്യന്റ് സർജറി സമയത്ത് ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഗുരുതരമായ രോഗമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാബ്ലറ്റ്സ് ഒഴിവാക്കാറാണുള്ളത്. അപ്പോൾ ഏറ്റവും ഫലപ്രദമായ മരുന്ന് ഇൻസുലിൻ തന്നെയാണ്. വ്യത്യസ്തങ്ങളായ പല ഇനം ഇൻസുലിനും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 1 ഇൻജെക്റ്റബിൾ ഇൻസുലിൻ, 2 ഇൻഹെയിലബിൾ ഇൻസുലിൻ. ഇൻഹെയിലബിൾ ഇൻസുലിൻ ഒരു ന്യൂ എൻറ്റൈറ്റി ആയതുകൊണ്ട് നമുക്ക് ഇൻജെക്റ്റബിൾ ഇൻസുലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇൻജെക്റ്റബിൾ ഇൻസുലിൻ എത്ര തരമുണ്ട് ഡോക്ടർ? അത് ഏതെല്ലാമാണ്? ഇൻജെക്റ്റബിൾ ഇൻസുലിനെ നമ്മൾ 2ആയിട്ട് തിരിക്കാം. 1 ഹ്യൂമൻ ഇൻസുലിൻ, 2 അനലോഗ് ഇൻസുലിൻ. ഹ്യൂമൻ ഇൻസുലിൻ എന്ന് പറയുന്നത് മനുഷ്യരെ പാൻക്രിയാസിൽ നിന്നും ഉണ്ടാക്കുന്ന ഇൻസുലിനുമായിട്ട് സ്ട്രക്ചറലി അതേപോലെ തന്നെ രൂപത്തിലും ഭാവത്തിലും എല്ലാം അതേപോലെ തന്നെ ഇരിക്കുന്ന ഇൻസുലിനാണ് ഹ്യൂമൻ ഇൻസുലിൻ. ഈ ഹ്യൂമൻ ഇൻസുലിൻ നമുക്കറിയാം, ഇൻസുലിൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ഇൻസുലിൻ മോളിക്യൂളിൽ 2 പ്രോട്ടീൻ ചെയിനാണുള്ളത്. ഈ പ്രോട്ടീൻ ചെയിനിന്റെ യൂണിറ്റുകളായ അമിനോ ആസിഡ്സിനെ 1-2 അമിനോ ആസിഡ്സുകളെ
ആഡ് ചെയ്യുകയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിന്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷനിലും ഇൻസുലിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനിലും പ്രകടമായ വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഇൻസുലിൻ ആയതുകൊണ്ട് അനലോഗ് ഇൻസുലിനെ നമുക്ക് വേണമെങ്കിൽ ഡിസൈനർ ഇൻസുലിൻ വേണമെങ്കിൽ വിളിക്കാം. ഹ്യൂമൻ ഇൻസുലിൻ എത്ര തരമുണ്ട്, അതിനെ ഒന്ന് വിശദീകരിക്കാമോ? ഹ്യൂമൻ ഇൻസുലിൻ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ, 2 ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ, 3 ഇൻസുലിൻ മിക്സ്ചേഴ്സ്. ഈ 3 തരം ഇൻസുലിൻസ് ആണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 3 രീതിയിൽ ഞാൻ അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുന്നത് റെഗുലർ ഇൻസുലിനും സോളുബിൾ ഇൻസുലിനും വിളിക്കപ്പെടുന്നു. അട്രാപ്പിഡ് ഇഞ്ചക്ഷൻ അട്രാപ്പിഡ്, ഹ്യൂമിൻസുലിൻ റെഗുലർ, ഇൻസുജൻ ആർ എന്നിവ സോളുബിൾ ഇൻസുലിൻ അല്ലെങ്കിൽ ഷോർട്ട് ആക്ടിങ് ഇൻസുലിന്റെ ഉദാഹരണങ്ങളാണ്. ഇവ വയലിലും ഇൻസുലിൻ പെന്നായിട്ടും പെന്നിൽ നിറയ്ക്കുന്ന കാട്രിഡ്ജ് ആയിട്ടും മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മൾ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതിന്റെ ആക്ഷൻ വളരെ ഷോർട്ടാണ്. ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 8 മണിക്കൂർ, പരമാവധി 8 മണിക്കൂർ ആയതുകൊണ്ടും ഇതിന്റെ പീക്ക് ആക്ഷൻ 3 മണിക്കൂർ ആയതുകൊണ്ടും നമുക്ക് സാധാരണ രീതിയിൽ 3 നേരം ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ആഹാരം കഴിച്ചിട്ടുള്ള ഗ്ലൂക്കോസ് എക്സ്കർഷൻ തടയണമെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചക്ഷൻ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് എടുക്കേണ്ടതാണ്. ഡോക്ടർ, ഇപ്പോ ഷോർട്ട് ആക്ടിങ് ഇൻസുലിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും വിശദീകരിക്കാം. NPH എന്ന പ്രോട്ടീന്റെ സാന്നിധ്യം, NPH എന്ന് പറയുന്നത് ന്യൂട്രൽ പ്രോട്ടമിൻ ഹേച്ച്ഡോൺ. ഹേച്ച്ഡോൺ എന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ഹേച്ച്ഡോൺ. ഈ NPH പ്രോട്ടീന്റെ സാന്നിധ്യത്തില് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും ഓൺസെറ്റ് ഓഫ് ആക്ഷനിലും കാര്യമായ മാറ്റം വരുന്നുണ്ട്. ഇപ്പോ ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ ആകുമ്പോൾ NPH ഇൻസുലിനാണ് നമ്മൾ പറയുന്നത്. സാധാരണ എന്റെ പേര് NPH ഇൻസുലിനാണ്. ഈ ഇൻസുലിൻ 2 രീതിയിൽ 2 ബ്രാൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് ഇൻസുലിറ്റാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, 2 ഹ്യൂമിൻസുലിൻ N എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇതിന് NPH ഇൻസുലിൻ ആണ് പറയുന്നത്. ഇത് ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ ആണ്. ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ എടുക്കുന്നത് ആഹാരങ്ങൾക്ക് ഇടയിലേക്കുള്ള ഗ്ലൂക്കോസ് ക്രമീകരിക്കാൻ വേണ്ടിയാണ്. ഇത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഇൻസുലിൻ അല്ല NPH ഇൻസുലിൻ. അതുകൊണ്ട് തന്നെയും 2 നേരം ഇൻസുലിൻ എടുക്കേണ്ടതായിട്ട് വരും. ആഹാരത്തിന് മുമ്പ് വേണമെങ്കിലും ശേഷം വേണമെങ്കിലും ഈ ഇൻസുലിൻ എടുക്കാം. പക്ഷെ എടുക്കുന്നത് കൃത്യസമയത്തായിരിക്കണം. അതായത് രാവിലെ 8 മണിക്കാണ് എടുക്കുന്നതെങ്കിൽ വൈകിട്ടും 8 മണിക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിനെ ഒരു ബേസൽ ഇൻസുലിനായിട്ട് കണക്കാക്കാം. ഇൻസുലിറ്റാഡ്, ഹ്യൂമിൻസുലിൻ N എന്നീ ബ്രാൻഡുകളിൽ ഈ ഇൻസുലിൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡോക്ടർ, ഇൻസുലിൻ മിക്സ്ചേഴ്സ് എന്തൊക്കെയാണ്? ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻസുലിൻ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ തമ്മിലുള്ള ഒരു മിശ്രിതമാണ്. അത് 30-70 എന്ന അനുപാതത്തിനും 50-50 എന്ന അനുപാതത്തിനും ലഭ്യമാണ്. ഉദാഹരണങ്ങൾ പറയാം. എല്ലാവരും കേട്ടിട്ടുള്ള സുപരിചിതമായ ഒരു ബ്രാൻഡാണ് മിക്സ്ചാർഡ്. അത് തന്നെ 30-70, 50-50 എന്ന അനുപാതത്തിൽ മിക്സ്ചാർഡ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹ്യൂമിൻസുലിൻ 30-70, 50-50 എന്ന അനുപാതത്തിൽ അവൈലബിൾ ആണ്. ഇൻസുജൻ എന്ന ബ്രാൻഡ് 30-70, 50-50 എന്ന അനുപാതത്തിൽ അവൈലബിൾ ആണ്. 30-70 ഇൻസുലിന് 30% ഷോർട്ട് ആക്ടിങ് ഇൻസുലിനും 70% ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിനാണുള്ളത്. 50-50 അനുപാതത്തിൽ കിട്ടുന്നതിന് 50% ഷോർട്ട് ആക്ടിങ് ഇൻസുലിനും 50% ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിനാണുള്ളത്. ഇത് ഷോർട്ട് ആക്ടിങ് ഇൻസുലിനും ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിനും ഉള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ടിന്റെയും സ്വഭാവം ഒറ്റ ഇൻസുലിൻ കൊണ്ട് നമുക്ക് സാക്ഷാത്കരിക്കപ്പെടാം. അതായത് ആഹാരം കഴിച്ചിട്ടുള്ള ആ ഗ്ലൂക്കോസ് എക്സ്കർഷനും ആഹാരങ്ങൾക്ക് ഇടയ്ക്കുള്ള ഗ്ലൂക്കോസ് കൺട്രോളും ഈ ഇൻസുലിൻ കൊണ്ട് പരിഹരിക്കാം. പക്ഷെ 2 നേരം എടുക്കേണ്ടി വരും. രാവിലെ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പും രാത്രി ആഹാരത്തിന് അരമണിക്കൂർ മുമ്പുമാണ് ഇൻസുലിൻ മിക്സ്ചേഴ്സ് എടുക്കാനായിട്ട് നിർദ്ദേശിക്കപ്പെടുന്നത്. ഡോക്ടർ തുടക്കത്തിൽ അനലോഗ് ഇൻസുലിനെ കുറിച്ച് പറഞ്ഞു. അതെ. എത്ര ടൈപ്പ് അനലോഗ് ഇൻസുലിൻ ഉണ്ട്?
അതിന്റെ വകഭേദങ്ങളെ കുറിച്ചൊന്ന് പറയും. അനലോഗ് ഇൻസുലിൻ 4 ടൈപ്പ് അനലോഗ് ഇൻസുലിൻസ് അവൈലബിൾ ആണ്. ഒന്ന് അൾട്രാ റാപ്പിഡ് ആക്ടിങ് അനലോഗ് ഇൻസുലിൻ, 2 റാപ്പിഡ് ആക്ടിങ് അനലോഗ് ഇൻസുലിൻ, 3 ലോങ് ആക്ടിങ് അനലോഗ് ഇൻസുലിൻ, 4 അൾട്രാ ലോങ് ആക്ടിങ് അനലോഗ് ഇൻസുലിൻ, ദെൻ അനലോഗ് മിക്സ്ചേഴ്സ്. ഈ 5 ടൈപ്പ് അനലോഗ് ഇൻസുലിൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡോക്ടർ, റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ എന്താണെന്ന് വിശദീകരിക്കാമോ? റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ അനലോഗ് ഇൻസുലിൻ എന്ന കാറ്റഗറിയിൽ വരുന്ന ഇൻസുലിൻ ആണ്. നമ്മുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ആക്ഷൻ, അതിൻ്റെ പ്രവർത്തനം വളരെ ക്വിക്കാണ്, റാപ്പിഡ് ആക്ഷനാണ്. നമ്മൾ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10-15 മിനിറ്റിനുള്ളിൽ ഇൻസുലിൻ്റെ പ്രസൻസ് രക്തത്തിലുണ്ടായിരിക്കും. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഹൈക്ക് ചെയ്ത് 2 മണിക്കൂർ, 1.5-2 മണിക്കൂറിനകത്ത് ഇൻസുലിൻ്റെ ലെവൽ ശരീരത്തിൽ പീക്ക് ചെയ്യും. നമുക്കറിയാം, നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറിനിടയ്ക്ക് രക്തത്തിലെ ഗ്ലൂക്കോസ് മാക്സിമം ആവുന്നു. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസ് മാക്സിമം ആവുന്നത് എപ്പോഴാണോ ആ സമയത്ത് തന്നെ നമ്മുടെ ഈ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ പീക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ആഹാരം കഴിച്ചിട്ടുള്ള ബ്ലഡ് ഷുഗർ വളരെ ഫലപ്രദമായി കൺട്രോൾ ചെയ്യാനായിട്ട് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ സാധിക്കും. അസ്പാർട്ട് ഇൻസുലിൻ US മാർക്കറ്റില് ഹ്യൂമലോഗ് എന്ന പേരിലും US ഇതര മാർക്കറ്റിൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള US ഇതര മാർക്കറ്റിൽ നോവോ റാപ്പിഡ് എന്ന പേരിലും അവൈലബിൾ ആണ്. ലിസ്പ്രോ ഇഞ്ചക്ഷൻ ഹ്യൂമലോഗ് എന്ന പേരിലും, ഗ്ലൂലൈസൻ എന്ന ഇൻസുലിൻ അപ്പിഡ്ര എന്ന പേരിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് പെന്നായിട്ടും പെന്നിലിടുന്ന കാട്രിഡ്ജ് ആയിട്ടും ലഭ്യമാണ്. അൾട്രാ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? തീർച്ചയായും. അൾട്രാ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ സ്ട്രക്ചറലി റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ തന്നെയാണ്, അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഈ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിന് ചില എക്സിപിയൻസ് ആഡ് ചെയ്യുന്നു. ഈ എക്സിപിയൻസ് ആഡ് ചെയ്യുന്നത് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ്റെ ഓൺസെറ്റ് ആക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൾട്രാ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ നമ്മുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് വളരെ ഫാസ്റ്റായിട്ട് ശരീരത്തിൽ പ്രവേശിക്കുകയും പെട്ടെന്ന് ഇൻസുലിൻ്റെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഇൻസുലിൻ എടുത്ത ഉടൻ തന്നെ ആഹാരം കഴിക്കാവുന്നതാണ്. ഈവൻ നമുക്ക് ആഹാരം കഴിച്ചിട്ട് വേണമെങ്കിലും ഈ ഇൻസുലിൻ എടുക്കാം. അസ്പാർട്ടിൻ്റെയും ലിസ്പ്രോയുടെയും റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ഫിയാസ്പ് എന്ന പേരിലും ലിംജവ് എന്ന പേരിലും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ പൾസ് എപ്പിസോഡിലൂടെ പ്രമേഹത്തെക്കുറിച്ചും അതിന്റെ ചികിത്സയിൽ പ്രധാനമായ ഇൻസുലിന്റെ ഉപയോഗത്തെക്കുറിച്ചും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആരോഗ്യമാണ് പ്രധാനം. നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പ്രമേഹം പോലുള്ള രോഗങ്ങളെ നാം തടയാനും നിയന്ത്രിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്.